PV അൻവറിന്റെ പൊതുസമ്മേളനത്തിലെ ജനക്കൂട്ടത്തെ കാര്യമാക്കുന്നില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPIMന് ആശങ്കയില്ല. അൻവറിന്റെ നീക്കങ്ങൾ CPIM ഗൗരവമായി കാണുന്നുമില്ല. പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പാർട്ടി അൻവറോട് അടഞ്ഞതല്ല, അൻവർ പാർട്ടിയുമായിട്ട് അടഞ്ഞതാണ്. ഒരു തരത്തിലും പാർട്ടിയെ സ്നേഹിക്കുന്നവർ, പാർട്ടി അനുകൂലിക്കുന്നവർ പാർട്ടിക്കെതിരായി പരസ്യമായ പ്രസ്താവന നടത്താറില്ല. അൻവർ സാധാരണ നേടുന്ന വ്യത്യസ്തമായി പാർട്ടിക്കെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെതിരായിട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടും അതിരൂക്ഷമായ ആക്രമണമാണ് അയാൾ നടത്തിയത്. പിന്നെ അദ്ദേഹത്തോട് നിശബ്ദമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അൻവറിന് ഇത്തരമൊരു സാഹചര്യത്തിൽ തുടർന്ന് CPMുമായിട്ട് ബന്ധമില്ല. ഇത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻവർ ഇങ്ങനെ ഒരു നിലപാടായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകട്ടെ, അത് CPMനെ ബാധിക്കുന്നില്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, ഈ നിലമ്പൂർ സമ്മേളനത്തെ പറ്റി AK ബാലനും TP രാമകൃഷ്ണനും എന്തൊക്കെയാണ് പറയുന്നത്? ഇക്കാര്യത്തിൽ നമുക്കറിയാം, ഇന്നലെ ഈ PV അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ വന്ന ആൾക്കൂട്ടം CPIMനെ കുറച്ചെങ്കിലും ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതൊരു പക്ഷേ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന വരും നാളുകളിലെ ആൾക്കൂട്ടത്തെ ഓർത്തല്ല, പകരം സമ്മേളന കാലയളവിൽ CPM നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി, മാത്രവുമല്ല PV അൻവറായി വെട്ടിവെച്ചു കൊടുക്കുന്ന ഒരു വടി, അത് CPMന്റെ തിരുത്തലിന് കാരണമാകുമെന്നുള്ള അടക്കമുള്ള ആശങ്ക അത് CPM സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേണു, ഇക്കാര്യത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ വിഷയങ്ങൾ ആദ്യം PV അൻവർ ഉന്നയിക്കുമ്പോൾ സുജിത് ദാസ്, MRH കുമാർ, ഒടുവിൽ P ശശി, പിന്നാലെ മുഖ്യമന്ത്രി, സർക്കാർ, പാർട്ടി, ഈ രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഇത് CPMലെ ഒരു കൊട്ടാര വിപ്ലവം എന്നുള്ള കാര്യമായിരുന്നു, അങ്ങനെ ഒരു പ്രതീതിയായിരുന്നു ഉയർന്നതെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്കാണെങ്കിൽ കൂടി ഈ വിഷയത്തിൽ CPMലെ ചില നേതാക്കളുടെയെങ്കിലും മൗനാനുമതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം അത് രാഷ്ട്രീയ വൃത്തങ്ങളുടെ സൂചനയായി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറുമായി ഇപ്പോൾ CPMും അതേപോലെ തന്നെ സർക്കാരും മുഖ്യമന്ത്രിയും ഉയർത്തുന്ന യുദ്ധം, ആ യുദ്ധത്തിൻ്റെ മെറിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയാവുകയാണ്. ഇന്നലത്തെ പൊതുസമ്മേളനത്തെക്കുറിച്ച് ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണനും CPMന്റെ മുതിർന്ന നേതാവ് AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടതാണ്. PV അൻവർ തീ കൊണ്ട് തലചൊറിയുകയാണെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞത്. നിസ്കരിക്കാൻ പാടില്ലെന്ന് PV അൻവറിനോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് AK ബാലൻ ചോദിക്കുന്നു. മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനാണ് നീക്കം. ഇതാണിപ്പോൾ CPIM അൻവറിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള മുഖ്യമന്ത്രിയെ അവരിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള നീക്കം അത് PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നടക്കമുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട് അൻവറിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് CPM ഇപ്പോൾ എടുത്തിരിക്കുന്ന ആയുധം. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ആളുകളെ തെറ്റിക്കാനാണ് PV അൻവർ ശ്രമിക്കുന്നതെന്നും ഇന്ന് AK ബാലൻ പറഞ്ഞു. അല്പസമയം മുൻപ് നമ്മൾ LDF കൺവീനറുടെ പ്രതികരണം കൂടി നമ്മൾ കേട്ടു. പൊതുസമ്മേളനത്തിലെ ജനക്കൂട്ടത്തെ കാര്യമാക്കുന്നില്ലെന്നും അൻവറിന്റെ നീക്കങ്ങൾ CPM ഗൗരവമായി കാണുന്നില്ല എന്നുള്ള കാര്യം പറയുന്നു. മാത്രവുമല്ല CPMന്റെ അടിത്തറ ഭദ്രമാണെന്നും LDF കൺവീനർ പറയുമ്പോൾ ഈ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങളിൽ CPM യോഗങ്ങളിൽ അതേപോലെ തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ അടക്കം ഉയർന്ന ആക്ഷേപങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് മുന്നണിക്കുള്ളിൽ ഉയർന്ന വിമർശന സ്വരങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അത് PV അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളോട് പൊരുത്തപ്പെടുന്നതാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും CPMനെ സംബന്ധിച്ച് തലവേദനയാണ്. ആ തലവേദന കൂടുതൽ ഏറുന്നത് നിയമസഭാ സമ്മേളനത്തോട് 4-ാം തീയതിയോട് അടുക്കുമ്പോഴാണ്. ഈ ADGP MRH കുമാറിനെതിരെയുള്ള റിപ്പോർട്ട് അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കൈമാറും എന്നുള്ളതാണ് വിവരം. ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം CPI ഉന്നയിക്കുന്നുണ്ട്. അതിനിടെ നിയമസഭാ സമ്മേളനം കൂടി വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയമായ വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേണു, ഷഫീദ് റാവുത്തറും വിപിൻ C വിജയനുമാണ് വിവരങ്ങളുമായി ചേർന്നത്.